അസ്സലാമു അലൈക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് ഒരു അറിവ് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ്. ഈ ഒരു ഇസ്മു കൊണ്ട് വേണ്ടത് എല്ലാം ലഭിക്കുന്ന അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ദിക്റിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അത് ഏറ്റവും അധികം പ്രാധാന്യമേറിയ അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അതിമഹത്തായ ഒരു ദിക്റാണ്, ദിക്റുകളിൽപ്പെട്ട ഒരു ദിക്റാണ്. കാരണം എല്ലാ ഇസ്മുകൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഓരോ ഇസ്മുകളും ചൊല്ലുമ്പോഴും ഓരോ പ്രത്യേകതകളാണ്. അതുപോലെ തന്നെ അത് മുഴുവനായിട്ട് നമ്മൾക്ക് മനഃപ്പാടമാക്കിയാൽ നമ്മളെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ദിക്റുകൾക്കും ഓരോ മാഹാത്മ്യമാണ്. നമുക്ക് ഓരോ ദിക്റുകളും, അതായത് ഈ ദിക്റ് ചൊല്ലിയാൽ കിട്ടുന്ന പ്രത്യേകതകൾ: ശരീരത്തിനും മനസ്സിനും ധൈര്യവും ശക്തിയും ലഭിക്കും. ശത്രുവിന്റെ മനസ്സിൽ ഇവനെ തൊട്ട് ഭയമുണ്ടാകും. അതായത് നമ്മൾ ചൊല്ലുന്നവന്റെ ശത്രുക്കൾക്ക് ആ ചൊല്ലുന്നവനെ ഭയമുണ്ടാകും. ആലോചിക്കുമ്പോൾ തന്നെ ഭയം തോന്നുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ലഭിക്കും. നിങ്ങളെന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് വളരെയധികം സ്നേഹവും ഒരു സന്തോഷവും, അല്ലെങ്കിൽ തന്നെ നമ്മുടെ കാര്യങ്ങളിൽ ഒരു വളരെയധികം ജനങ്ങൾക്കിടയിൽ നമുക്കൊരു പരിഗണന ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ അടുത്ത പ്രത്യേകത, ദാരിദ്ര്യം നീങ്ങും. നമ്മുടെ ദാരിദ്ര്യം നീങ്ങും. ജീവിതത്തിൽ അതുപോലെ തന്നെ ഐശ്വര്യം ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ഭയക്കുന്ന ഏതെങ്കിലും അവസരങ്ങളിൽ, അതായത് എല്ലാ കാര്യങ്ങളെ തൊട്ടും ഭയം നമുക്ക് ഉള്ളിൽ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് സംരക്ഷണം ലഭിക്കും. അതുപോലെ തന്നെ ജയിലിൽ അടയ്ക്കപ്പെട്ടവനാണെങ്കിൽ മോചനം ലഭിക്കും. അതുപോലെ തന്നെ മനസ്സ് മടുപ്പുള്ള സമയങ്ങളിൽ സന്തോഷം കൊണ്ടുവരും. നമുക്ക് വല്ലാണ്ടങ്ങും വിഷമിച്ചും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവപ്പെടുന്ന സമയത്ത് നമുക്ക് ആ സമയങ്ങളിൽ അള്ളാഹു സന്തോഷം കൊണ്ടുവരും. അതുപോലെ തന്നെ തടസ്സങ്ങൾ നീങ്ങി സുതാര്യത ലഭിക്കും. അതായത് നമ്മുടെ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ, നമുക്ക് ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകുമോ ആ തടസ്സങ്ങളെല്ലാം നീക്കി നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തും ലഭിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഏതാണ് ആ ദിക്റ്? ഇതാണ് ആ ദിക്റ്. അതായത് ഈ ദിക്റ് ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, പ്രത്യേകതകളൊക്കെ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതിലും വലുതായിട്ട് ലഭിക്കുക തന്നെ ചെയ്യും. ദിക്റ് യാ ലത്തീഫു യാ അല്ലാ എന്ന ദിക്റാണ്. അത് ദിവസവും 129 തവണയാണ് ചൊല്ലേണ്ടത്. ദിവസവും എത്ര തവണയാണ് ചൊല്ലേണ്ടത്? 129 തവണയാണ് അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഈ അതിമഹത്തായ ദിക്റ് നിങ്ങൾ ചൊല്ലേണ്ടത്. നമ്മൾ ഈ കറക്റ്റായിട്ട് ചൊല്ലിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? ഇതുപോലെയുള്ള പ്രത്യേകതകളെല്ലാം നമുക്ക് ജീവിതത്തിൽ അത് നേടിയെടുക്കുവാൻ സാധിക്കാൻ പറ്റും. നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കാൻ പറ്റുള്ളൂ. അതായത് ഈ ദിക്റ് ചൊല്ലിയാൽ നമ്മുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദാരിദ്ര്യങ്ങളും നീങ്ങി നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ നന്മകൾ കൈവരും. അതുപോലെ തന്നെ ബറക്കത്തും ഐശ്വര്യവും കൈവരുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു എല്ലാവർക്കും ചൊല്ലുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് ഇൻഷാ അല്ലാഹ് അത് കമന്റിലൂടെ അറിയിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ, ഒന്നും തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സലാമെങ്കിലും അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അത് ഞാൻ കാണുന്നതാണ്. ഇപ്പോ റീസെന്റ് ആയിട്ട് വന്ന കമന്റുകളെല്ലാം ഞാൻ നോക്കുന്നുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹു നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നടത്തി തരുമാറാകട്ടെ. അതുപോലെ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും, ഏതൊക്കെ കാര്യങ്ങളിലാണോ നിങ്ങൾ വിഷമിക്കുന്നത്, ബുദ്ധിമുട്ടുന്നത്, പ്രയാസപ്പെടുന്നത്, ആ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായി അള്ളാഹു റാഹത്തിലാക്കി തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതുപോലെ ഇവിടെ കുറച്ച് തംബ്നെയിലിന്റെ ഫോട്ടോകൾ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ചാനൽ കയറി കാണുക. അതല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോകളെ കുറിച്ച് പഠിക്കണം, നമുക്ക് ഇൽമിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്ന് താല്പര്യമുള്ളവർ ചാനൽ കയറി കാണുക. ഈ വീഡിയോസ് എല്ലാം കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഇന്നത് ചൊല്ലാം എന്ന ദിക്റുകളും സ്വലാത്തുകളും
ദിക്റുകളും ദുആകളും എല്ലാം ഉണ്ട്. ഇന്ന കാര്യങ്ങൾക്ക് ഇന്ന കാര്യം ചൊല്ലാം എന്നുള്ള കാര്യങ്ങൾ ഒരുപാട് വീഡിയോകളുണ്ട്. തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ് സമയം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾ കയറി കാണുക. തീർച്ചയായിട്ടും ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്കും ചെയ്യുക, മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ കഴിയുന്ന പുതിയ ഒരു അറിവുമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. വീണ്ടും ഇൻഫർമേറ്റീവായ കാര്യങ്ങൾ കിട്ടാൻ ചാനലിന്റെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. അസ്സലാമു അലൈക്കും.